രാജ്യം മറ്റൊരു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ എന്താണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അവസ്ഥ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇന്ത്യക്കാർ എന്ന ഒറ്റ വരിയിൽ ഈ രാജ്യം ഓരോ ഇന്ത്യക്കാരുടേതുമാണെന്ന് ഭരണഘടന പറഞ്ഞു വെച്ചെങ്കിൽ, ഇപ്പോൾ ഈ രാജ്യം ഞങ്ങളുടേത് മാത്രമാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ അധികാരത്തിലുള്ളത്. പൗരൻ്റെ മൗലികാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന, അത് ഹനിക്കപ്പെടുന്ന ഇന്ത്യയാണ് ഭരണഘടന രൂപീകൃതമായി 75 വർഷങ്ങൾക്കിപ്പുറം കാണാനാവുന്നത്. ഒരു വേള ആരൊക്കെയാണ് ഈ രാജ്യത്തെ പൗരനെന്നും ഭരണകൂടം ചോദ്യം തുടങ്ങിയിരിക്കുന്നു. ചില മതവിശ്വാസികളെ മാറ്റി നിർത്തിയും ചില മതവിശ്വാസികളെ മാത്രം ചേർത്ത് നിർത്തി നടത്തുന്ന പ്രീണന നയങ്ങൾക്ക് എതിരാണ് ഇന്ത്യൻ ഭരണഘടന. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. ഇത്തവണയും രാജ്യം വിപുലമായി ആഘോഷം നടത്തുകയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നിയമങ്ങളോ ഭരണഘടനയോ ഇന്ത്യക്കുണ്ടായിരുന്നില്ല. ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ രാജ്യം ബ്രിട്ടീഷ് നിയമങ്ങളാണ് പിന്തുടർന്നത്. എന്നാൽ രാജ്യം സ്വതന്ത്രമാകുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോഴേ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. 1946 ഡിസംബർ 6 ഇതിനായി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചു. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഔദ്യോഗികമായി ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് രാജ്യത്തിനായി ഭരണഘടന തയ്യാറാക്കിയത്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന രാജ്യം അംഗീകരിച്ചു. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26 അന്നാണ് ഇന്ത്യയെ ഔദ്യോഗിക റിപ്പബ്ലിക്കായി മാറിയതും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതും. അതുമുതൽ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി നമ്മൾ ഇന്ത്യക്കാർ കൊണ്ടാടുന്നു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ ചരിത്രത്തെ ഏറ്റവും ലളിതമായി ഇങ്ങനെ വിശേഷിപ്പിക്കാം. എന്തുകൊണ്ട് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു എന്ന ചോദ്യവും ഏറെ പ്രസക്തമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പൂർണ്ണ സ്വരാജ് എന്ന ആശയം പ്രഖ്യാപിക്കുന്നു. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം ഔദ്യോഗികമാക്കിയ പൂർണ്ണ സ്വരാജ് 1930 ജനുവരി 26 പിന്നാലെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ അവസാന പോരാട്ടത്തിൻ്റെ നാളുകളിലേക്ക് രാജ്യം കടക്കുകയായിരുന്നു. ഈ പ്രത്യേകതയുള്ള ദിനമായതിനാലാണ് റിപ്പബ്ലിക് ദിനം ആചരിക്കാൻ ജനുവരി 26 എന്ന ദിവസം തിരഞ്ഞെടുത്തത്. ഇതുവരെ പറഞ്ഞത് ചരിത്രമാണെങ്കിൽ ആ ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്തവർ ഈ രാജ്യത്തിൻ്റെ നയം പ്രഖ്യാപിച്ച ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ഭരണഘടന മുന്നോട്ട് വെച്ച മതനിരപേക്ഷത അട്ടിമറിച്ച് ഇന്ത്യയെ മതരാഷ്ട്രമായി മാറ്റാൻ സംഘപരിവാർ തീവ്ര ശ്രമം നടത്തുന്ന ഘട്ടത്തിലാണ് ഭരണഘടന 75 വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായുള്ള 76ാം റിപ്പബ്ലിക് ദിനാഘോഷം എത്തുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത RSSൻ്റെ ശതാബ്ദി വർഷം കൂടിയാണ് ഈ 2025. മതരാഷ്ട്രത്തിലേക്കുള്ള അവരുടെ മുന്നേറ്റം കൂടുതൽ പ്രാവർത്തികമാക്കുമെന്ന് അവർ മോഹിച്ച വർഷം കൂടിയാണിത്. സെക്യുലറിസവും സോഷ്യലിസവും മറ്റും ഭരണഘടനയിൽ നിന്ന് നീക്കി ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനമെന്ന അവരുടെ സ്വപ്നത്തിന് മങ്ങലേൽപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കേറ്റ തിരിച്ചടിയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശക്തി കാണിച്ചപ്പോൾ പാർലമെന്റിലെ BJPയുടെ അപ്രമാദിത്യമാണ് ഇല്ലാതായത്. അതേസമയം 2024 തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം ഭരണഘടനയോട് വലിയ ബഹുമാനം പ്രകടമാക്കുന്ന തിരക്കിലാണ് RSSും BJPയുമെല്ലാം. 75ാം വാർഷികം മുൻനിർത്തി പാർലമെന്റിൽ പ്രത്യേക ചർച്ചയ്ക്ക് വരെ BJP സഖ്യ സർക്കാർ തയ്യാറാകുന്ന കാഴ്ച നാം കണ്ടതാണ്. പക്ഷേ ഇതെല്ലാം പുറമേക്ക് മാത്രമുള്ള നടനങ്ങളാണെന്നും അവരുടെ ആശയവും ആവശ്യവും പ്രവൃത്തിയും ഇതല്ലെന്നും നാം പലകുറി കണ്ടതാണ്. അവർ രാജ്യത്തെയും ഭരണഘടനയെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തോളം അവ സംരക്ഷിക്കാൻ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സമൂഹം ഉയർന്നു വരും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ പറയാനുള്ളത്. Waytonikah.com, the exclusive Muslim matrimonial site.